ഇഫ്താറിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് കാരമൽ പുഡിംഗ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല്, ഒരു പാക്കറ്റ് പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലോട്ട് കുറച്ച് പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേറൊരു അടുപ്പിലോട്ട് മാറ്റാം. ഇനി കാരമൽ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം, ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഏകദേശം 1/2 കപ്പിന്റെ അടുത്ത് ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറക്കാട്ടെ. ഞാൻ 2 ബൗളിലായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതായത് ഇതുപോലെ കാരമലായി തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറക്കുക. പെട്ടെന്ന് തന്നെ ഇത് കളർ നല്ലോണം ഡാർക്ക് കളറായി വരും. അങ്ങനെ വരുമ്പോൾ കഴിക്കാൻ കൊള്ളൂല കേട്ടോ. അപ്പൊ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതുപോലെ കാരമൽ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഏത് ബൗളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിലോട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്താൽ മതി. ചൂടാറിയാൽ കട്ടിയായി പോകും. ചൂടാറുന്നതിന് മുന്നേ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുക. അപ്പൊ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള പാല് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായി. ഇതിപ്പോ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു റവ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് ഒക്കെ ഇനി തിളപ്പിച്ചെടുക്കാട്ടെ. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. അപ്പൊ ഒരു ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇലക്ട്രിക് എഗ് ബീറ്റർ വെച്ചിട്ടൊന്നും അല്ല, എന്തെങ്കിലും ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. കുറച്ചു നേരം ഒന്ന് ഇത് ബീറ്റ് ആയി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച പാല് ചൂടാറുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം കുറേശ്ശെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ എടുത്ത് വെച്ച പാൽക്കൂട്ട് മൊത്തത്തിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ച ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 2 പാത്രത്തിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് കവർ ചെയ്താലും മതി. അപ്പൊ ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു സ്റ്റീമറിൽ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഓരോന്നായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് 20-25 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് വേണം ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. അപ്പൊ സൈഡൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.